afternoon. Don't forget to wear seat belt. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം 1:10. അപ്പോൾ ഇപ്പോഴേ എഴുന്നേറ്റ് ഇത്ര ദിവസത്തെ ക്ഷീണം എല്ലാം ഉറക്കമൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് കുടി കഴിഞ്ഞു. ഇന്ന് അച്ഛൻ്റെ ചാത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇറങ്ങാണ് പുറത്തേക്ക്. കുറച്ച് പരിപാടികളുണ്ട്. ആദ്യം വണ്ടി കഴുകണം, പിന്നെ ഒരു ചെറിയൊരു ട്രൈപോഡിൻ്റെ അടിയിൽ വയ്ക്കുന്ന ഒരു സാധനം മേടിക്കണം, പിന്നെ ജിഷ്ണു കളിക്കുന്നൊന്ന് കാണണം, ഫോൺ വിളിച്ച് കിട്ടുന്നില്ല. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ കാർത്തു ഇവിടെ ഇല്ല. കാർത്തും ചിമ്മും അവിടെ പോയേക്കുക, ചിമ്മുവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നവിടെ വീട്ടിൽ മൊത്തത്തിൽ ശോക. ഗുഡ് മോർണിംഗ് ബോയ്. നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടിയുടെ അവസ്ഥ വളരെ ശോകമാണ്. ഫുള്ള് ചെളി പിടിച്ച് കിടക്കുക. അപ്പോൾ വണ്ടി സർവീസ് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി. ആദ്യം പോയിട്ട് വണ്ടി സർവീസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് പ്രോഗ്രാം, പ്രയോറിറ്റി അതിനാണ്. സ്റ്റാർട്ടായി. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളുള്ളൂ. ഓക്കെ, പെട്രോൾ അടിച്ച് കഴിഞ്ഞു. എത്ര പെട്രോൾ ബാക്കി കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അര ടാങ്ക് കറക്റ്റ് 261 കിലോമീറ്റർ. ഇതേട്ടാ 1594 രൂപയുടെ പെട്രോൾ അടിച്ചു ഞാനിപ്പോൾ. ഓക്കെ, 1594 രൂപയുടെ പെട്രോള്. അപ്പോൾ നമ്മൾ ഈ പെട്രോൾ അടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് ഞാനൊരാഴ്ചയിൽ പെട്രോൾ അടിക്കുന്നുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരാം കേട്ടോ. കാരണം ഞാൻ എല്ലാ ദിവസവും പെട്രോൾ അടിക്കുന്നത് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി കണ്ടുപിടിക്കുന്ന ആൾക്കാർ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തായാലും നമ്മൾ അറിയണമായിരുന്നേ. അപ്പം അങ്ങനെ. അപ്പോൾ ഇന്ന് 1594 രൂപയ്ക്ക് 15 ലിറ്റർ പെട്രോൾ അടിച്ചു. ഞാനിപ്പോൾ ആറേമാടത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ പെട്രോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 15 ലിറ്റർ തീരുമ്പോൾ ഞാൻ ഇതേ സെയിം പമ്പിൽ വന്നിട്ട്, ഈ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ശരിക്കും. അപ്പോൾ ഇതേ സെയിം പമ്പിൽ വന്നിട്ട് ഞാൻ 15 ലിറ്റർ തന്നെ പവർ അടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് 15 ലിറ്റർ പവറിൽ എത്ര ഓടും, മറ്റേ നോർമലിൽ എത്ര ഓടും എന്നുള്ള അറിയാലോ. അപ്പോൾ ഏത് പെട്രോളാണ് നല്ലത് നമുക്ക് അപ്പോൾ കണ്ടുപിടിക്കാം. അങ്ങനെയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ റോഡ് ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതാ. ഈ റോഡിൻ്റെ പണിയൊക്കെ കഴിയുമല്ലോ. ഇതേ ഇവിടെ വണ്ടി ഇടിച്ചേക്ക് നോക്കി, ശബരിമല വണ്ടി ഇടിച്ചേക്കുക. ഹെവി തിരക്കാ. ഓൾറെഡി ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഞാൻ വണ്ടി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാര്യമില്ല. അടുത്ത സ്ഥലത്തേക്ക് സെറ്റായി. ആരുമില്ല ഇവിടെ, എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ. അവിടെ ചെറിയൊരു ഒരു വണ്ടി ഓൾറെഡി അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം. നമ്മൾ കാർ എടുക്കുമ്പോൾ തൊട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്ന ആക്ഷൻ 5-ലാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എടുത്തത് ഐഫോണിലായിരുന്നു. ഇതിലൊക്കെ അത്യാവശ്യം നല്ല ചെളിയുണ്ട്. ഈ ഉള്ളിലൊക്കെ കാണേണ്ടത് ക്യാമറയുടെ വീഡിയോ എടുത്ത് മതി. അപ്പോൾ അടിക്കണ സാധനം കണ്ണിലേക്ക് പോയി. ഓ
ഫൈനൽ ഫോം വാഷും കൂടി ഉണ്ട്. ഫോം വാഷും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. ഹൈ ഗായ്സ്, അങ്ങനെ വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞു. ഉണ്ടല്ലേ? ഹൈ ഗായ്സ്, അപ്പോൾ ഞാനിത് വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞു. കുറച്ച് കഴുകണ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഷോട്ട് ഇടാൻ വേണ്ടിയിട്ടുണ്ട് യൂട്യൂബിൽ. എനിക്ക് അറിയാം 2-3 ചാനലുകളൊക്കെ ഉണ്ട്. 2-3 ഒരു ചാനൽ കൂടി ഉണ്ട്. 2-3 ചാനലൊക്കെ ആവും. ഞാൻ വ്യക്തമായി ശക്തമായും പറയുകയാണ്, ഞാൻ കുറച്ച് ഫേമസ് ആവും യൂട്യൂബിൽ. ഞാനിതൊന്നും നിൽക്കാൻ ഉദ്ദേശമില്ല. നിങ്ങളോട് പറയണം, നമ്മൾ തുടക്കമേ പറഞ്ഞു വയ്ക്കാൻ. വ്യക്തമായി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും, എല്ലാം പിടിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ അതെന്തായാലും ഞാൻ സെറ്റാക്കും. അതിനുള്ള ഐഡിയ ഉണ്ട്, അതിന് ഞാൻ വേണ്ടി പ്രയത്നിക്കും ചെയ്യും. ഓക്കെ, ഐഡിയകൾ എല്ലാവർക്കും വരും. അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊന്നും പറഞ്ഞിരുന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതിനുള്ള റിസൾട്ട് നമുക്ക് വരും, കുറച്ച് കഴിഞ്ഞിട്ടായാലും വരും. നമ്മൾ വണ്ടി കിടക്കണുണ്ടോ, കഴുകിയപ്പോൾ സെറ്റായില്ല. ഹായ് മക്കളെ, അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ സമയം 8 മണിയായി. ഞാൻ പിന്നെ ഒരിക്കൽ എടുത്ത കാരണം കൊണ്ട് എനിക്ക് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇന്ന് വീട്ടിൽ തന്നെയാണ്, വേറെ ഒന്നും ഒരു പരിപാടിയില്ല. രാവിലെ ഞാൻ പോയി വണ്ടി കഴുകി അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്ക് DJ5 Proയിൽ കണക്ട് ചെയ്തിട്ടാണ്. കണ്ടോ? അപ്പോൾ സൗണ്ട് കേൾക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ പറയണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ അഡാപ്റ്റർ അയക്കട്ടെ, അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കിയിട്ട് പറയും. ഇപ്പോൾ ഞാൻ അഡാപ്റ്റർ അയച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? സൗണ്ടിൽ വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.